നിന്നും വെറും അടിയൊഴുക്കാകില്ല, മറിച്ച് തിരയിളക്കം ആകും ഉണ്ടാവുകയെന്ന് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ പറയുകയാണ്. ലീഗ് നേതൃത്വത്തോടുള്ള വിരോധം തനിക്ക് അനുകൂല വോട്ടായി ലീഗുകാർ തന്നെ നൽകും. പൊന്നാനി ഇത്തവണ ഇടതിന് ഒപ്പം തന്നെയാകുമെന്നും KS ഹംസ ന്യൂസ് 18നോട് പറഞ്ഞു. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി ശ്രീ KS ഹംസയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ ഈ റമദാൻ കാലമായതുകൊണ്ട് തന്നെ റോഡ് ഷോകൾക്ക് പകരം ചെറിയ ചെറിയ യോഗങ്ങളും മീറ്റിങ്ങുകളും ഒക്കെയാണോ പ്രചരണത്തിന്റെ രീതി? അല്ല, റോഡ് ഷോ ഞങ്ങൾ ആദ്യം അവസാനിപ്പിച്ചിരുന്നു. നോമ്പിന് ബുദ്ധിമുട്ട് വരേണ്ടെന്ന് കണക്കാക്കി നോമ്പാവുന്നതിന് മുമ്പ് 7 അസംബ്ലി സെഗ്മെന്റ്സിലും ഗംഭീര റോഡ് ഷോ സംഘടിപ്പിച്ചു. ടോട്ടൽ റോഡ് ഷോയുടെ നീളം 600 ചില്ലറ കിലോമീറ്ററാണ്. ടോട്ടൽ റോഡ് ഷോയുടെ 90-95 കിലോമീറ്റർ 100 കിലോമീറ്റർക്ക് നീളമുള്ള റോഡ് ഷോ ഉണ്ടായിരുന്നു ഓരോ നിയോജനങ്ങളിൽ. അത്രയും റോഡ് ഷോ നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നോമ്പിനുള്ളത് ഈ ചെറിയ ഗ്രൂപ്പ് അപ്രോച്ചാണ്. അതിന്റെ കൂടെ സോഷ്യൽ അപ്രോച്ച് വേറെ സമ്മേളനങ്ങൾ വേറെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ചില ഇൻഡിവിജ്വൽ അപ്രോച്ചും ഉണ്ട്. പെരുന്നാളിന് ശേഷമായിരിക്കുമല്ലോ അതിന്റെ ഒരു പെരുന്നാളിന് ശേഷം പിന്നെ അടുത്ത പരിപാടി അല്ല, പെരുന്നാളിന് ശേഷം ഒഫീഷ്യൽ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ക്യാമ്പയിൻ ആരംഭിക്കും. ക്യാമ്പയിൻ അത് പെരുന്നാളിന്റെ മുമ്പ് തന്നെ ഒരു ദിവസം തുടങ്ങാനും സാധ്യതയുണ്ട്. 11-ാം തീയതി പെരുന്നാളിന്റെ അതനുസരിച്ച് ചിലപ്പോൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടാവും. രണ്ടാം ഘട്ട പ്രചരണം കഴിയുമ്പോൾ എന്താണ് ആത്മവിശ്വാസം? ഓൾമോസ്റ്റ് തേർഡ് റൗണ്ട് ക്യാമ്പയിൻ ഈസ് കംപ്ലീറ്റഡ്. അങ്ങനെ ഒരു 3 കഴിഞ്ഞപ്പോൾ ഒരു നല്ല ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. മാത്രമല്ല ആളുകൾ നല്ല ഇളക്കത്തിലാണ്. പൊന്നാനി ഒരു മാറ്റം ഉറപ്പാണ് എന്ന ലെവലിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുള്ള എല്ലാ തെളിവുകളും മാത്രമല്ല ഒരു തിരയിളക്കമുണ്ട്. എല്ലാ ഓളങ്ങളും ആന്തോളനങ്ങൾ ഒക്കെ അനുകൂലമാണ്. അടിയൊഴുക്കുണ്ട്. അടിയൊഴുക്ക് തന്നെയാണ് പ്രധാനം. അടിയൊഴുക്ക് ഇപ്പൊ പലരും വരെ അടിയൊഴുക്ക് എന്നുള്ള എനിക്ക് മാത്രമല്ല, അതിന് മേലൊഴുക്കായപ്പോഴും കുഴപ്പമില്ല എന്നാ. അതിനൊന്നും കുഴപ്പം അവർക്കില്ല. തയ്യാറായിരിക്കുകയാണ്, ആളുകൾ തയ്യാറായിരിക്കുകയാണ്. ഇനി മാറും 19 കൊല്ലത്തെ ഈ ഒരു അടിമത്തത്തിന്. മാത്രമല്ല അത് ലീഗ് അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർട്ടിയോട് വിരോധമൊന്നുമില്ല, പക്ഷെ നേതൃത്വത്തോടെ വിരോധം. നേതൃത്വം വഞ്ചിക്കുന്നു ഞങ്ങളെ എന്നൊരു ഫീലിംഗ് ലീഗ് അണികൾക്ക് വന്നിട്ടുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പോൾ അരിവാൾ ചുറ്റികൾക്ക് വേണ്ടിയല്ലേ നമ്മുടെ ഖാദർ മൊയ്തീൻ സാഹിബ് പ്രസംഗിക്കുന്നത് അവിടെ. അരിവാൾ ചുറ്റിക്ക് വേണ്ടി അതിന്റെ ഫോട്ടോ ഒക്കെ ഇപ്പോൾ വൈറലല്ലേ. മൂപ്പര് അരിവാൾ ചുറ്റികളുടെ വലിയ ഒരു സ്റ്റേജിൽ നിന്നിട്ട് പുള്ളി അരിവാൾ ചുറ്റിയൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസംഗിക്കുന്നുണ്ട് അവിടെ. ഇവിടുന്ന് ദേശീയ സെക്രട്ടറി എന്നുള്ളക്ക് കുഞ്ഞാപ്പേടൊക്കെ അങ്ങോട്ട് പോകണല്ലോ. അരിവാളിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. ഇവൻ ഞങ്ങളുടെ സംസ്ഥാന അഖിലേന്ത്യാ പ്രസിഡന്റായ ഖാദർ മൊയ്തീൻ സാഹിബ് ഒരിക്കൽ മത്സരിച്ചതും ഉദയസൂര്യൻ ചിഹ്നത്തിലാണ്, DMKയുടെ ചിഹ്നത്തിലാണ്. അതൊക്കെ മാറിയിരിക്കുന്നു. ഇത് ഒരു അജീവ വസ്തുവായിട്ടുള്ള അല്ലെങ്കിൽ ചിഹ്നത്തിനെന്ത് കാര്യമായിരിക്കുന്നു? ആശയമാണല്ലോ പ്രധാനം. ആശയം എന്നുള്ളത് വേറെ ഒന്നുമല്ല, ഇത്തവണ മാറ്റം വേണം എന്നുള്ളതാണ്. കാരണം ലീഗ് നേതൃത്വത്തിന്റെ അഹങ്കാരത്തോടുള്ള ധാർഷ്ട്യത്തോടുകൂടിയുള്ള സമീപനങ്ങൾ അണികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവരതിനെ അത്രമാത്രം സ്നേഹിക്കുന്നവരാണ് പാർട്ടിയെ. അപ്പോൾ അവർക്ക് ഷോക്ക് കൊടുക്കാൻ വേറെ മാർഗം ഒന്നും കാണില്ല. ഈ തെരഞ്ഞെടുപ്പ് വിൽ ബി ആൻ ഐ ഓപ്പണർ ആയിത്തീരും. പ്രധാന എതിർസ്ഥാനത്തെ സമദാനി ദേശീയ വിഷയങ്ങൾ ഉന്നയിക്കുന്ന പ്രചരണം. അദ്ദേഹം പറയുന്നത് ദേശീയ തലത്തിൽ മാറ്റം കൊണ്ടുവരാൻ ലീഗ് ജയിക്കണം അല്ലെങ്കിൽ UDF ജയിക്കണം എന്ന പ്രചരണമാണ്. താഴെത്തട്ടിലെ വികസനങ്ങളെക്കാൾ കൂടുതൽ ദേശീയ തലത്തിലെ കാര്യങ്ങളാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യ പ്രധാന വിഷയമാക്കിയിട്ടുള്ളത്? അതിലൊരു പൊള്ളത്തരമുണ്ടല്ലോ. ഞങ്ങളെ എപ്പോഴും ദേശീയ മാറ്റം ഉണ്ടാവണം, പ്രാദേശിക മാറ്റം ഉണ്ടാവണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായമുള്ളത്. അവർ രണ്ടും ഒരുമിച്ചല്ലേ ഉണ്ടായിരുന്നു. ഇനി എന്താ മാറ്റങ്ങൾക്ക് പറയാനുള്ളത്? ദേശീയമായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ 5 വർഷത്തെ പാർലമെന്റ് പെർഫോമൻസിന്റെ ഒരു പെർഫോമൻസ് ഓഡിറ്റ് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായിരുന്നു. അതിന്റെ ഭാഗത്തല്ലേ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത്. ഈ പറയുന്ന സ്ഥാനാർത്ഥിയും മറ്റ് സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ മെമ്പർമാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. 5 കൊല്ലം അവർ കൂടെ ഉണ്ടായിരുന്നു. ഇനി എന്ത് മാറ്റം അവർ പറയുന്നത്? ദേശീയ മൂവ്മെന്റിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു ഇന്ത്യ ഗവൺമെന്റിന്റെ നടപടിയുടെ കൂടെ എങ്ങോട്ട് ഓരം ചേർന്ന് പുകയല്ലേ അവർ ചേരുന്നത്. അതിനൊരു പ്രതിരോധം തീർക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഇത്തവണ